വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പാപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് മന്തി. അപ്പോൾ ഞാനങ്ങനെ മന്തി എപ്പോഴും ഉണ്ടാക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു അവധി ദിവസം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് നമ്മളൊരു മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് പാപ്പുവിനും മാമിക്ക് ഒരു ആഗ്രഹം വന്നിട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പട്ട, ഗ്രാമ്പു, ഈ സ്റ്റാർ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലി സാധനങ്ങളൊക്കെ. പിന്നെ കുറച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഡ്രൈ ലെമൺ ഉണ്ട്. അതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ചെറിയ ലെമൺ ഉണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ പച്ചമുളക് ഇവിടെ വളരെ ചെറിയൊരു പീസാണ് എടുത്തത്. ഇവർ കുട്ടികൾക്കുള്ളതായതുകൊണ്ട് എരിവ് പാടില്ലാത്തതുകൊണ്ട്. പിന്നെ 2 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ഞാനൊരു മന്തി മസാല വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു സ്പൂണ് മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്, കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളമാണ് അത്. ഇത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലൊരു സാധനം ഇടാൻ മറന്നുപോയി കേട്ടോ. അതായത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതേപോലെ കുറച്ച് മുളക് പൊടി കേട്ടോ, ഇതിനൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് മറന്നു പോയതാണ് പെട്ടെന്ന്. ഇതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇന്നിവിടെ പാപ്പുവിന് വേണ്ടിയിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. പാപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് മന്തി. നമ്മളെ ചിക്കൻ ഏകദേശം ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിന് എനിക്ക് കോരി മാറ്റാം. എന്നിട്ട് ഈ ഗ്രേവിയിൽ വേണം നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ ഈ ചിക്കൻ വേവിച്ച ഗ്രേവിയിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസ്, നിങ്ങൾ എടുക്കുന്ന ഏത് റൈസ് ആണെങ്കിലും കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലൊരു നമ്മളുടെ ഒരു കൈവിരലിൻ്റെ ഒരു 1/2 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം ഉണ്ടാവാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നല്ല ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളയ്ക്കുന്നവരെ വേവിക്കുക. അതിനുശേഷം ഒന്ന് സിമ്മിലാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. മുളക് പൊടി, അതുപോലെ ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്യാണ് കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചിക്കനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ആക്കി എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കുഞ്ഞു പീസാണ് കേട്ടോ ചിക്കൻ. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. നമ്മൾ ശരിക്കും മന്തിക്ക് നല്ല വലിയ പീസായിട്ടാണ് മേടിക്കാം. അപ്പം നമ്മൾ പെട്ടെന്ന് ഇന്നൊരു പൊങ്കലിൻ്റെയൊക്കെ ദിവസം ഇവിടെ സ്കൂളൊക്കെ ലീവ് ഉള്ളതുകൊണ്ട് ഇവർക്ക് പെട്ടെന്നൊരു എന്നും ഉണ്ടാക്കുന്ന ചോറും കറിയും അല്ലാതെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലുണ്ടായിരുന്ന ചിക്കൻ വെച്ചിട്ട് വേഗം ഉണ്ടാക്കുന്ന കേട്ടോ. അതെ, നിങ്ങൾക്കിത് നിങ്ങളെ കസിൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മന്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് പീസ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പം ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ സിമ്പിൾ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ആവി വരുത്തി കഴിഞ്ഞാൽ മന്തി സെറ്റ് കേട്ടോ. അപ്പം നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ആമിയും റൂമിയും കഴിക്കാൻ വേണ്ടി പോവാണ്. അടിപൊളി സ്മെല്ല് വന്നിട്ടുണ്ട്. അതെ, അപ്പോൾ അവർക്ക് ആയതുകൊണ്ട് ഇതിൽ സ്പൈസസ് ഒക്കെ കുറച്ച് കുറവാണ്, എന്നാലും കുഞ്ഞു പീസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് സ്കൂള് ഹോളിഡേ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മന്തി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ കഴിച്ചു നോക്കുക. എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്ക്. ഇഷ്ടപ്പെട്ടോ? സ്പൈസി ആണോ? ഓക്കെ. ഇതിൽ ശരിക്കും മയണൈസും കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കും, സോസൊക്കെ, ടൊമാറ്റോ സോസൊക്കെ. പക്ഷെ ഇവർക്ക് കൊടുക്കാറില്ല. സോസൊന്നും അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് തന്നെ
അത് കൊടുക്കാറില്ല. അപ്പോൾ ഇവരിതാ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.